വളരെ പ്രധാനപ്പെട്ട വാർത്ത. തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായി ഇപ്പോഴും അനുഭവിക്കുന്ന സമൂഹം കൂടിയാണ് കേരളം. അതിനിടയിൽ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളല്ല നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടവർക്ക് അത് നിഷേധിക്കപ്പെടുന്നു. അർഹതയില്ലാത്തവർ വളഞ്ഞ വഴികളിലൂടെ അത് നേടിയെടുക്കുന്നു. അതിന് ഒത്താശ ചെയ്യുന്നത് ആരാണ് എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ്. പ്രദീപ് സി നെടുമൺ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പ്രദീപ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. പ്രദീപ്, ജോലി തട്ടിപ്പ് എന്ന പരമ നഗ്നമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അങ്ങനെ ഒരു ജോലി തട്ടിപ്പ് നിരന്തരം നടക്കുന്നു, വർഷങ്ങളായി നടക്കുന്നു. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം വളരെ കൃത്യമായിട്ട് നടക്കുന്നു. ഒന്ന്. രണ്ട്, സംവരണ ആനുകൂല്യങ്ങൾ തെറ്റായ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നേടിയെടുക്കുന്നു. മൂന്നാമത്തേത്, ഇതിന് ഒത്താശ ചെയ്യുന്നവരിൽ സഭകളുടെ വേണ്ടപ്പെട്ടവരും അധികൃതരും ഒക്കെ ഉണ്ട് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. നാലാമത്തേത്, കേരളം ചിന്തിക്കേണ്ടത് ഈ ആനുകൂല്യം ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത്. ആദ്യം ഇതിന്റെ നിയമ ലംഘനം എന്ന് പറയുന്ന ഒരു വലിയ വശമുണ്ട്. അത് കണ്ണ് തുറന്ന് അധികൃതരും സർക്കാരും കാണേണ്ട കാര്യമാണ്. അതുണ്ടാകുന്നില്ല എന്നാണോ? 2009 മുതൽ വ്യക്തമായിട്ടുള്ള പരാതി ഇതിനകത്തുണ്ട് എന്ന് പ്രദീപ് തന്നെ ഈ സ്റ്റോറിയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ 2009 നിന്ന് 2025 വരെയുള്ള സമയത്തിൽ എത്ര ജാതിമാറ്റം നടന്നിട്ടുണ്ടാവും, എത്ര വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും എന്നുള്ള കണക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും. പ്രധാനപ്പെട്ട ക്രിമിനൽ കുറ്റം തന്നെ ഇതിനകത്ത് വ്യക്തമാകുന്നു. ഏത് തരത്തിലാണ് പ്രദീപ് ഇങ്ങനൊരു വാർത്തയിലേക്ക് എത്തിയത്? കാലങ്ങളായി നടക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് പലവിധ കാരണങ്ങളാൽ പലരും മൂടിവെക്കുകയായിരുന്നു, ബന്ധപ്പെട്ട ആളുകൾ മൂടിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു വരാതിരുന്നത്. 1947 മുമ്പ് ലത്തീൻ സഭാ വിശ്വാസം പുലർത്തിയിരുന്നവർ, അങ്ങനെയുള്ളവരുടെ പിന്മുറക്കാർക്ക് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നതിൽ തടസ്സമില്ല. അങ്ങനൊരു നിയമം നിലവിൽ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ അതിലേക്കുള്ള വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുകയാണ് വ്യാപകമായി ചെയ്യുന്നത്. കാരണം വളരെ സാങ്കേതികമായ കാര്യങ്ങളാണ് ഇതിൽ പലതും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ബോധ്യം ഇത്തരം കാര്യങ്ങളിൽ ഇല്ല. പലപ്പോഴും റവന്യൂ അധികൃതർ പോലും ഇത്തരം കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു. അവരോട് സഹായമില്ലാതെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാനും കഴിയില്ല. നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് പ്രധാനമായും ഇത് മുമ്പ് തിരുവനന്തപുരം രൂപത വിഭജിച്ചാണ് പിന്നെ നെയ്യാറ്റിൻകര രൂപത മാറിയത്. ലത്തീൻ കത്തോലിക്കരിൽ മുമ്പ് തന്നെ കുറച്ച് പേർ നാടാർ വിഭാഗത്തിൽ ഉള്ളവരും ഉണ്ട്. അതുപോലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ, തിരുവനന്തപുരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ, കമ്മൂങ്കോട് പോലുള്ള ചില ഭാഗങ്ങളിൽ വളരെ കുറച്ച് ഈഴവ കുടുംബങ്ങളിലും മറ്റും ഉള്ളവർ, അവർ മുമ്പ് തന്നെ ലത്തീൻ പള്ളികളിൽ പോയിരുന്നു. അതൊക്കെ ഏതാണ്ട് 90 വർഷത്തോളം ആയി അവരങ്ങനെ പോയ വളരെ ചുരുക്കം ചില കുടുംബങ്ങളുണ്ട്. അതിൻ്റെ മറ പിടിച്ചാണ് ഇപ്പോൾ അവരെല്ലാം തന്നെ, ആ ജാതികളെല്ലാം തന്നെ ഞങ്ങളുടെ ഉപജാതിയാണ് എന്നൊരു അവകാശം ലത്തീൻ സഭ ഉന്നയിക്കുന്നുണ്ട്. മുമ്പ് കേന്ദ്ര സർക്കാരും മറ്റും OBC ലിസ്റ്റിൽ ഇറക്കിയ ചില ഇതിൽ നമ്മളത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ലത്തീൻ വിഭാഗത്തിൽ നാടാർ എന്ന പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉൾപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, ഹിന്ദു നാടാർമാർക്കും ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇപ്പോൾ പ്രത്യേകം സംവരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് മാറിയാൽ അവർക്ക് വേണമെങ്കിൽ മതം മാറ്റം നടത്താൻ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഏത് മതവിശ്വാസവും സ്വീകരിക്കാം. അത് പക്ഷേ മറ്റ് പീഡനങ്ങൾക്ക് വഴങ്ങിയാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾ മാറിയാൽ അവർ സ്വാഭാവികമായും ക്രിസ്ത്യൻ വിശ്വാസിയായി മാറുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അവരെ ലത്തീൻ വിശ്വാസം, അത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു സഭ മാത്രമാണ് നമുക്കറിയാം ലത്തീൻ വിഭാഗം. ആ ലത്തീൻ വിഭാഗത്തിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അവർ 4% സംവരണാനുകൂല്യം ഈ മാറുന്നവർക്കും ലഭിക്കുന്നു. അതിൻ്റെ നഷ്ടം ഇപ്പോൾ സഹിക്കേണ്ടി വരുന്നത്. അതിൻ്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളിത്ത് ജീവിക്കുന്ന ആളുകൾ, മുക്കുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത്തരക്കാർക്ക് ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. മുമ്പൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ലത്തീൻ കത്തോലിക്ക മുക്കുവ എന്ന് രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇത്തരം ഉത്തരവുകൾക്ക് ശേഷം അത് ഉണ്ടായിരുന്നില്ല. 2009 നെയ്യാറ്റിൻകര രൂപത ആദ്യമായി ഇത്തരത്തിലുള്ള സർക്കുലർ, ഒരു ബുള്ളറ്റിനിൽ അവർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിലും മറ്റും ലത്തീൻ കത്തോലിക്ക എന്ന് തന്നെ ജാതിയുടെ കോളത്തിൽ ചേർക്കണം, എങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം വ്യാപകമായി അപ്പോൾ ആ പ്രദേശത്തൊക്കെയുള്ള നെടുമങ്ങാടും നെയ്യാറ്റിൻകര താലൂക്കുകളൊക്കെയാണ് പ്രധാനമായും നെയ്യാറ്റിൻകര രൂപതയുടെ കീഴിൽ വരുന്നത്. അല്ലാതെ കടൽത്തീരമുള്ള പ്രദേശങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മറ്റു പ്രദേശങ്ങളിലുള്ളവർ അവർ വ്യാപകമായി അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിനുശേഷം 2010 സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അച്ചടി ഡയറക്ടറാണ് പെടുത്തിയത്. കാരണം വളരെ വ്യാപകമായി ആളുകൾ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നു, തങ്ങൾ ഇങ്ങനെ നാടാർ വിഭാഗത്തിൽ നിന്നും മറ്റും ലത്തീൻ കത്തോലിക്ക ഇതിലേക്ക് മാറുന്നു, ഞങ്ങളുടെ SLC ബുക്കിൽ തെറ്റായാണ് രേഖപ്പെടുത്തിയിരുന്നത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ലത്തീൻ കത്തോലിക്കയാണ് എന്ന് പറഞ്ഞവർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു ക്രമക്കേടാണ് എന്ന് അച്ചടി വകുപ്പ് ഡയറക്ടറാണ് 2009 സർക്കാരിനെ അറിയിച്ചു. അതിനുശേഷം 2010 സർക്കാർ വളരെ കൃത്യമായ ഒരു ഉത്തരവിറക്കി. ഇക്കാര്യത്തിൽ
1947 മുമ്പ് ലത്തീൻ സഭാ വിശ്വാസം പിന്തുടർന്നവർക്കും അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർക്കും മാത്രമേ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ പാടുള്ളൂ എന്ന് സർക്കാർ ഉത്തരവിറക്കി. അതിനുശേഷം അത് നമ്മൾ മനസ്സിലാക്കുന്നത് രൂപതാധികൃതരുടെ സ്വാധീനം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. 2011 ഒരു ഉത്തരവിറങ്ങി. അതിലും കൃത്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറ്റമുണ്ടായില്ല. അതിനുശേഷം 2012 നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ആ സമയത്ത് തീർച്ചയായും അങ്ങനെ രൂപതാ അധികൃതരുടെ ഒരു ആവശ്യപ്രകാരം തന്നെ ഒരു ഉത്തരവ് അത് ആ ഉത്തരവിൽ തന്നെ എടുത്ത് പറയുന്നുമുണ്ട്. ഇങ്ങനെ നിരന്തരം സർക്കാരിൽ ഇവർ സമീപിക്കുന്നുണ്ട്. 1947 എന്ന വ്യവസ്ഥ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഉത്തരവ്. പക്ഷേ അതിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല ഈ 1947 എന്ന നിബന്ധന ഒഴിവാക്കിയതായി ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ റവന്യൂ അധികൃതർ ഇത് ഒഴിവാക്കിയെന്ന തരത്തിൽ തന്നെയാണ് പിന്നീട് ഏതാനും വർഷങ്ങൾ വ്യാപകമായി സർട്ടിഫിക്കറ്റുകൾ ഇത്തരത്തിൽ കൊടുക്കുകയുണ്ടായി, യഥേഷ്ട സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയുണ്ടായി. ആ ഒരു കാലയളവിലാണ് വളരെയധികം പേർ ഇങ്ങനെ ജാതി മാറ്റിയത്. അത്തരത്തിൽ നിരവധി പേർ ഇപ്പോൾ സർക്കാർ സർവീസിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PSCയുടെ ചില ലിസ്റ്റുകളിൽ ലത്തീൻ സർട്ടിഫിക്കറ്റ്, ലത്തീൻ വിഭാഗക്കാരുടെ സംവരണ ലിസ്റ്റും മറ്റും പരിശോധിച്ചാൽ അതിൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ചിലപ്പോൾ തോന്നും ഹിന്ദു ദൈവങ്ങളുടെ പേരുകൾ ഉള്ള ആളുകൾ പോലും സ്വാഭാവികമുണ്ട്. നമുക്ക് അറിയാം, നാടാർ വിഭാഗത്തിലും മറ്റും അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ ക്രിസ്തു വിശ്വാസവും ഹൈന്ദവ വിശ്വാസവും പിന്തുടരുന്നവർ നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ അതല്ല, ഈ സർട്ടിഫിക്കറ്റ് ലത്തീൻ സഭാ സർട്ടിഫിക്കറ്റുകൾ നേടി ഇവരെല്ലാം ലത്തീൻ വിഭാഗക്കാരാണ് എന്ന് വരുത്തി തീർത്ത് ഇവർ ജോലി നേടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ്. 2012 ഉത്തരവിൻ്റെ അതിനുശേഷം 2016 സർക്കാർ ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിലും കൃത്യമായി ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമീപകാലത്ത് പ്രദീപ് തുടർ, ഞാൻ വളരെ പെട്ടെന്ന് പ്രദീപ് വരാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേരളത്തിന്റെ, സാമൂഹിക കേരളത്തിന്റെ പ്രതിനിധികൾ ഈ വിഷയം കേൾക്കണം, അതിൽ പ്രതികരിക്കുകയും വേണം. ഞാൻ വരാം. ഇപ്പോൾ BSDPയുടെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേരും. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, രണ്ട് വിഷയമാണ്. ഒന്ന്, കാലാകാലങ്ങളായി ഒരു ജോലി തട്ടിപ്പ് നടക്കുകയാണ്. ഒരു വശത്ത് അർഹരല്ലാത്തവർ ആ ജോലി നേടിയെടുക്കുമ്പോൾ അർഹരായവർക്ക് അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിൽ തർക്കമില്ല. അതൊരു വശത്ത് നടക്കുകയാണ്. സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഈ തരത്തിൽ നേടിയെടുക്കാൻ കഴിയുമ്പോൾ ഇത് അധികൃതരുടെ ഒത്താശയില്ലാതെ ഇങ്ങനൊരു നീണ്ട പ്രോസസ്സ് നടക്കുന്നത് ബുദ്ധിമുട്ടുമാണ്. ഏത് രീതിയിലാണ് പ്രതികരണം? ഈ തട്ടിപ്പ് നടന്നിട്ട് കുറെ കാലമായി. ആ തട്ടിപ്പ് സാധാ ഉദ്യോഗാർത്ഥികളല്ല ഈ തട്ടിപ്പിന് കാരണക്കാര്. നെയ്യാറ്റിൻകര രൂപതാ ബിഷപ്പ്, ചില വില്ലേജ് ഓഫീസർ, തഹസിൽദാര്, ഇവര് കൂട്ടായിട്ടാണ് ഇത്തരത്തില് ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത്. 10-20 വർഷം കൊണ്ട് നടക്കുന്ന ഈ തട്ടിപ്പ് സർക്കാർ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ഒരു ക്രിമിനൽ കുറ്റം നടക്കുന്നു എങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഈ ജില്ലയിൽ ഒരിടവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ കടലോല മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് കട്ടമരത്തിലും കടലിലും ഒക്കെ പോയി മീൻ പിടിച്ച് കുട്ടികളെ വളർത്തി അവര് ജോലിയില്ലാതെ നടക്കുന്ന സമയത്ത് അത് തട്ടിപ്പറിക്കാൻ നിൽക്കുന്നത് നമ്മുടെ സമുദായത്തിലെ ലാറ്റിൻ കത്തോലിക്ക ആയ വേജന്മാരാണ്. ഇവര് ലാറ്റിൻ കത്തോലിക്കയായിട്ട് കുറച്ച് ഈഴവരും പോയിട്ടുണ്ട്. ജഗതി ഭാഗത്ത് 5 നായർ കുടുംബങ്ങൾക്ക് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക്